പുള്ളിയിലെ ഞാൻ സഹായിക്കും. ചേട്ടനാണെങ്കിൽ നമ്മുടെ യുവജന സംഘടനയായിട്ട് ബന്ധപ്പെട്ട് നല്ല പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. എഴുതിക്കോട്ടെ. ഞാനേ ഒന്ന് വേറെ അത്യാവശ്യമായിട്ട് വന്നു. അവിടെ മഹാത്മാ സാംസ്കാരിക വേദിയുടെ പിള്ളേരെ അമ്മാര് മറ്റേ ബുക്കൊക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടി കുറേ ദിവസമായിട്ട് എൻ്റെ പുറകെ പോകണ്ട കുറേ ദിവസമായിട്ട് എൻ്റെ പുറകെ നടന്ന് ശല്യിക്കുന്നു. അപ്പം ഞങ്ങൾ വേറെ മേടിച്ച് കൊടുക്കുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അവന്മാർ ഇപ്പോൾ പെട്ടെന്ന് കയറി വന്നു. അപ്പം എൻ്റെ പൈസ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നേരെ അളിയൻ്റെ അവിടെ പോകാൻ പറഞ്ഞു. ഞാൻ ആ കൊട്ടേഷൻ അളിയനങ്ങ് മറിച്ചു കൊടുത്തു. ഓ, അപ്പൊ പണി കൊടുത്തത് പണി കൊടുത്തെന്തോന്നു? അവൻ അറിഞ്ഞ് ഒരു പൈസ ആർക്കും കൊടുക്കൂല. മാമൻ തരാൻ പറഞ്ഞു. കണ്ട എന്തോ നക്കാപ്പിച്ച കൊടുത്തിട്ട് ഇനി അത് ഉടനെ ഷോ പ്രദർശനം. ഇനി ആളുകൾ അറിയിക്കണം ഞാൻ ഇത്രയും കൊടുത്തു എന്ന്. പേര് വായിച്ചു നോക്ക്. ഇതെന്തിന് എന്റെ പേരിൽ എഴുതിക്കുന്നത്? നിങ്ങളല്ലേ ആൾക്കാരെ പറഞ്ഞു വിട്ടത്, അപ്പൊ നിങ്ങളുടെ പേരല്ലേ ഇത്? നിങ്ങളല്ലേ ആൾക്കാരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഞാൻ കൊടുക്കാനുള്ളത് ഞാൻ വേറെ കൊടുക്കും. ഇത് തെമ്മാടിത്തരം തെമ്മാടിത്തരല്ല, നിങ്ങൾക്ക് തെമ്മാടിത്തരം കാണിക്കാം അല്ലേ? 2 ദിവസം നീ അവിടെ ഓഫീസിൽ ഇത് കൊണ്ടു കൊടുക്കുമെന്ന് നീ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏൽപ്പിച്ചിട്ടുണ്ടല്ലേ? എന്നാലേ ഇത് ക്ലീറ്റോ കൊടുക്കൂല. എന്നോട് ചോദിക്കാതെ എന്റെ പേരിൽ എഴുതിയ റെസിപ്പി ഞാൻ എങ്ങനെ കൊടുക്കും? എടാ നീ പറഞ്ഞിട്ടാണല്ലോ അവരിവിടെ വന്നത്. അവരെ കണ്ടപ്പോ നീ മുങ്ങുകയും ചെയ്തു. ആര് മുങ്ങി? ഞാൻ അവരെ കണ്ടുമില്ല. ഞാൻ എന്റെ വയറിനൊരു അസ്വസ്ഥ കൊണ്ട് ഞാനൊന്ന് ടോയ്ലറ്റിൽ പോകാൻ വന്നതാണ്. ആര് പറഞ്ഞത്? എനിക്ക് എന്റെ വയറിനകത്തുള്ള കാര്യം നിനക്കറിയാമോ? എടാ നിന്റെ ഈ ഉടായ്പ നമ്പർ എന്റെ അടുത്ത് ഇറക്കല്ലേ. നിന്നെ ഞാൻ കുറെ നാളുകൊണ്ട് കാണുന്നതാണ്. ഇത് ഞാൻ കൊടുക്കൂല. നീ എന്നെ കൊടുക്കണം. നീ എന്നെ കൊടുക്കണം. ഞാൻ കൊടുക്കൂല. എന്റെ പട്ടി കൊടുക്കും. നീ കൊടുക്കണ്ട. അവൻ നിന്നെ അന്വേഷിച്ച് വരും. അപ്പൊ അറിയാതെ നീ പിന്നെ എന്തായിരുന്നു നിങ്ങക്ക് കക്കൂസി പോകാൻ കൂട്ടിയപ്പോ ഓടിന്നോ? ഇവിടെ വന്നിരുന്ന് മുക്കിയത് അതുകൊണ്ടാണോ? തങ്ക നീ എന്റെ കൈവാക്കണെന്നിട്ട് നീ ചൊറിയല്ലേ? നീ പോലീസുകാരനെ രാഷ്ട്രീയക്കാരൻ കൊടുക്കാൻ വെച്ച പണി പാളി. എല്ലാം പാള്. മോളും ഒക്കെ കണക്ക് തന്നെ. കർത്താവേ, കഷ്ടം തന്നെ ഈ വീട്ടില്. ഇതെല്ലാം നമ്മുടെ കണ്ണിൽ തന്നെ കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസം.